ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നെസ്റ്റോളജി ആയിട്ടുള്ള പേര് സ്ഥലം സാധനം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. ഈ ഗെയിം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കും. പേര് സ്ഥലം സാധനം ആരാണോ ആദ്യം എഴുതിയിരുന്നത് അവരാണ് ഫസ്റ്റ് ലെറ്റർ കുലുക്കേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മലയാളത്തിലല്ലേ? മലയാളത്തിൽ. മൃഗമുണ്ടോ? ആനിമൽ. എവിടെ എഴുതേണ്ടത്? പേര് സ്ഥലം സാധനം സിംഹം ആനിമൽ. മലയാളം മതി. പിന്നെ ഫസ്റ്റ് സെക്കൻഡ്സ്. അപ്പോൾ ഫസ്റ്റ് അങ്ങോട്ട് ഓയോ ഓ നല്ല അക്ഷരം പറ്റി. ഓ ഓക്കെ. യോ ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് രണ്ടു നിങ്ങളെ കളിയാൻ മറക്കം ചെയ്തു. പിന്നെ പണ്ട് മുതലേ കളിക്കുമ്പോൾ രണ്ടെണ്ണം എന്നും ഒക്കെ എഴുതുന്നത് പണ്ടിച്ചിരിയുള്ള ബാക്ക്ഗ്രൗണ്ട് കണ്ടു കാശ്. നല്ല പച്ചപ്പ് നിറഞ്ഞ പച്ചപ്പ്. ഞാൻ കടിക്കാൻ പാടില്ല. 10 സെക്കൻഡേ ഉള്ളൂ. സെക്കൻഡ് ഗൈസ്. ഞാൻ എപ്പോഴും ഫസ്റ്റ് ആണ്. ഫസ്റ്റ് പേര് ഓമന. എല്ലാവരും വെട്ടിക്കോളൂ. ഫസ്റ്റ് നിനക്ക് വേറെ ഒരു പേര് കിട്ടിയില്ലേ? സ്ഥലം ഒമാൻ. ഓടനാവട്ടം. ഒഡീഷ. സാധനം ഓല. രണ്ടുപേരും വെട്ടിക്കോ. ഫസ്റ്റ് സിനിമ ഒരു യമണ്ടൻ പ്രേമകഥ. ഒരു ഇന്ത്യൻ പ്രണയം. വെട്ടിക്കോളൂ. എല്ലാവരും ഞാനാ ജയിക്കുന്നത്. കാണോ എത്ര മാർക്ക്? 10 ജയിച്ചിരിക്കുന്നത്. അടുത്ത റൗണ്ടിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ സെക്കൻഡ് മിഷനാണ് പണ്ട് മുതലേ ബുദ്ധിയില്ലാത്ത കൊച്ചാണ്. ഫസ്റ്റ് എന്തുവായിരുന്നു നേരത്തെ പറഞ്ഞത്? ഇതുവരെ എഴുതി തീർന്നില്ല. നമ്മൾ ഇവാലുവേഷൻ റൗണ്ടിലേക്ക് പോവുകയാണ്. പേര് കീർത്തി. കാവ്യ. കിച്ചു. കട്ടപ്പന. കാവനാട്. സാധനം കടുക്. കപ്ലിംഗ്. കാക്ക. കാക്കക്കുയിൽ. കാര്യസ്ഥൻ. കിന്നാരം. കാക്ക. എല്ലാവരും എന്നെ പോലെ മോട്ടിവേറ്റ് ആയിരിക്കണം. നമ്മൾ ഒരു പ്രാവശ്യം തോറ്റുന്ന വിചാരിച്ചു ഒരിക്കലും പിന്മാറരുത്. എല്ലാവരും ഞാൻ ജയിക്കാം. 10 പോയിട്ട് ഞങ്ങൾ വീണ്ടും പോയി. മൂന്നാമത്തെ റൗണ്ടിലോട്ട് നമുക്ക് പോകുന്നില്ല. മൂന്നാമത്തെ റൗണ്ടിലോട്ട് നമുക്ക് ശബാനത. പ്രകൃതിരമണീയമായ ചെയ്ത് മൃഗമുണ്ട് ഗൈസ്. അതാ പറയൂ. സാധനം എവിടെ പറയാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞു. എനിക്ക് മൃഗം കൂടെ വേണം. ആനിമൽ. ഞാൻ ചെയ്ത ആനിമൽ ഗൈസ്. സമയം കഴിക്കും. ഞാൻ പറയാം. പേര് രമൺ. രമ്യ. സ്ഥലം രാമൻ കുളങ്ങര. രാമനാഥപുരം. സാധനം രാസവളം. രസം. സിനിമ രാഘവിൽ പാട്ട്. രാമലീല. രാവണപുരം. മൃഗം രാക്ഷസൻ. രാക്ഷസന് മൃഗമായി. ആര് ജയിച്ചില്ല?
എണ്ണം പോയെന്ന് വിചാരിച്ചു ഇച്ചിരി മടക്കി താ ഞാൻ അടുത്ത് വീണ്ടും 4ാമത്തെ റൗണ്ടാണ്. ഈ പായാണ് ഭരണിയുടെ മൃഗമൊക്കെ ഭാവണ്ട്. ഏത് മൃഗം? സിനിമ ഉണ്ടോ? മൃഗത്തിനെ പറഞ്ഞാൽ ആരെങ്കിലും ഒരു സിനിമ കിട്ടിയില്ല. എനിക്ക് പിന്നെ മൃഗം കളിക്കുന്നതിന് മുമ്പ് ഞാൻ ബ്ലൂ ഒരു മൃഗമാണ്. ഞാൻ തോറ്റുന്ന നമ്മളെ മൃഗമൊന്നും എഴുതാത്തുള്ളത്. ഞാൻ പറയട്ടെ. പേര് ഭീഷ്മ. ഭാനുമതി. സ്ഥലം ഭരണിക്കാവ്. കേൾപ്പത്തില്ല. സമ്മതിക്കത്തില്ല. ഭരണി. സമ്മതിക്കില്ല. ഭീഷ്മ പർവ്വം. ഞാൻ സിനിമ എഴുതിയില്ല. എനിക്ക് 10 മാർക്കില്ല. ഒരു 9 തരുവായി. മൃഗമല്ലേ ഈ പാവച്ച് മൃഗം രണ്ടുപേരും എടുത്ത അക്ഷരം അങ്ങോട്ട്. പിന്നെ പാവച്ച് മൃഗം വല്ല ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ബായും പിന്നെ രായും. ഞാൻ എടുക്കാം. എന്റെ പേര് പാവച്ച് മൃഗം വല്ല അറിയാവും. ഞാൻ സിനിമ കാണുന്നത് കുറഞ്ഞോ? ഫസ്റ്റ് കിട്ടി. ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ മോട്ടിവേറ്റ് ഒരു ഡീമോട്ടിവേറ്റ് ആയിരുന്നു വിളിച്ചത്. സിനിമ സിനിമ കിട്ടുന്നില്ല. സിനിമ സിനിമ എന്നോട് ആലോചിക്കുന്നത് സിനിമ സെക്കൻഡ് പാവ വീണ വെട്ടിക്കോ. സ്ഥലം വയനാട്. രണ്ടുപേരും വെട്ടിക്കോ. സാധനം വള പല എഴുതി പല എഴുതി പറഞ്ഞ പടയാക്കി. വിയറ്റ്നാം കോളേജ്. വൺ മാൻ ഷോ. വവ്വാൽ. പിന്നെ 10 മാർക്ക്. ഞാൻ മാത്രം വിളിച്ചു പാവ എല്ലാ അക്ഷരങ്ങളും കിട്ടിയാൽ നല്ലൊരു അക്ഷരം കിട്ടുമെന്ന് ഇതിലായാലും BTS ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പൊ എല്ലാവരും അർണത്തിന്റെ പവർ നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. ഫസ്റ്റ് സെക്കൻഡ് മൃഗങ്ങളുണ്ടെങ്കിൽ സ്ഥലമൊന്നും ഇല്ല ആവശ്യം. ഉണ്ടല്ലോ അല്ലേ? സമയം കഴിയാറായി. ഞാൻ തോറ്റ. അമ്മു. സെൽഫ് ലവ് അൻസിയ. സ്ഥലം അയത്തിൽ. അമ്മ. അഞ്ചാലുമൂട്. സാധനം അലുവ. അരിമാവ്. അസ്ത്രം. എന്താ അസ്ത്രം. ഇവരേക്കും അത് അങ്ങനത്തെ അപ്പൊ അമ്മ അസ്ത്രം എന്ന് പറയുന്ന സാധനം ഉണ്ട്. മലയാള വിജ്ഞാനിയാണെന്ന്. അനിയത്തിപ്പ. അപ്പുവിന്റെ വീട്. എന്റെ വീട് അപ്പൂന്റേത് അല്ലേ? അപ്പുവിന്റെ വീടുണ്ട്. അപ്പൂന്റെ വീട് ഇല്ല അവളെ. പുതിയ സിനിമ അപ്പം മൃഗം. എന്റെ വീട് പെട്ടെന്ന് അണ്ണൻ അരണ അവച്ച് ഒരു മൃഗവും ഇല്ല. 4 ശരിയാക്കി. സിനിമയാണ് തെറ്റി. സിനിമയും തെറ്റി. എനിക്ക് 2 പോയിന്റ് കിട്ടി. ഞാൻ 2 പോയിന്റ് തന്നെ നിൽക്കുക ഗായ്സ്. ചയ്യാവും മിക്കവാറും. ഞാൻ എന്റെ അടുത്ത് വല്ലച്ചരായ മതിയായിരുന്നു. മൃഗം. മൃഗം ആണെന്നാണെങ്കിൽ നിൽക്കണം.
പറ ഫസ്റ്റ് ആരാ വിളിച്ചത്? ആ പേര് ജാൻമണി. മണി ജാനി ജിമ്മി. സ്ഥലം ജർമ്മനി. ജപ്പാൻ ഓ ജയ്പൂർ. സ്ഥലം ജാതിക്ക. അല്ല സാധനം ജാതിക്ക, sorry, സാധനം ജാതിക്ക. ജിലേബി ജാതിക്ക എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്താ കഴിഞ്ഞു സിനിമ ജാലകം. ജലിക്കട്ടെ ഓ ജിലേബി. ഞാൻ സാധാരണ ജിലേബി ജിറാഫ്. ഓ ഞാൻ ജന്മാക്കാരിയല്ലേ അതാ എല്ലാ പേരും സിനിമ. വീണ്ടും 10 പോയിന്റ് മുന്നേറ്റത്തിൽ നിൽക്കുന്നത് അൻസിയ. നമുക്ക് അടുത്ത് എടുക്കാം guys. നല്ല അക്ഷരങ്ങൾ കിട്ടണേ എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് റൗണ്ടാണ്. നമ്മൾ ലാസ്റ്റ് റൗണ്ട്. ഒന്നുകിൽ തയ്യാവും അല്ലെങ്കിൽ ജയിക്കും. ഇപ്പൊ അഞ്ചിക്ക് 3 പോയിന്റ്. ഞാൻ എടുക്കാതെ തന്നെ പുറത്ത് വന്ന് അക്ഷരം നമുക്ക് നോക്കാം ഓ മൈ ഗോഡ്. ഷാ. ചാ 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 ഷാ. ചാവച്ചി മൃഗം guys. ഫസ്റ്റ് ഞാൻ ഇതിലെല്ലാം ഫ്രണ്ട്സിനോട് സ്മരിക്കുന്നു, എൻ്റെ ഫ്രണ്ട്സിനെ സ്മരിക്കുന്നു. മൃഗമൊന്നുമില്ലല്ലോ. അത് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ സ്മരിക്കുന്നു guys. മൃഗം എന്ന് പറയുമ്പോൾ എന്തിനാ എഴുതാം? ജീവനുള്ള നമ്മൾ വെള്ളത്തിലിടുന്ന ആൾക്കാരാ, വെള്ളത്തിലിടുന്ന ആൾക്കാർ അല്ല വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ എഴുതാം. ചന്തു. നിശാനത്തായി പറയണ്ട. ചന്തു വലിയ കാര്യത്തിൽ പറഞ്ഞതാ, പക്ഷേ പണി കിട്ടും. ചിന്തു പേരാണ്. സാരു ചാലക്കുടി. വെട്ടിക്കോളോ വെട്ടിക്കോളോ വെട്ടിക്കോളോ. അഞ്ഞൂന്റെ സത്യം എന്തിനാ കണ്ണു വെക്കാം. ഞാനല്ലേ സെക്കൻഡ് വിളിച്ച സാധനം. ചപ്പാത്തി ചാള. ഇപ്പൊ പിടിച്ചു. ചതിക്കരുത്. ചാലക്കുടിക്കാരെ ചങ്ങാതി. ചാരുലത. ചിമ്പാൻസി. ചാള. അല്ല ചാള മൃഗം അല്ല. ചാള മൃഗം ആയിട്ടില്ല. അപ്പം ഇല്ല ഇല്ല ടൈയാണ്. 3 പോയിന്റ്. രണ്ടുപേരും ഒരേ പേര് ചോദിച്ചിരിക്കുന്നത്. ഒരു റൗണ്ട് കൂടെ നമുക്ക്. ഈ ആവശ്യമില്ലാത്ത അക്ഷരം മൃഗവും ഇല്ല, സാധനവും ഇല്ല. മൃഗം മൃഗമില്ല ഗൈസ്. സത്യത്തിന് ആ വെച്ച മൃഗം ഉണ്ടാ? ആ എനിക്കറിയത്തില്ല. ഉണ്ടായിരുന്നു. പഠിക്കുക. മൃഗം ഇല്ലെങ്കിൽ ഫസ്റ്റ് ഞാനാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ഞാനാ. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ്. മൃഗം സ്ഥലം ഒരെണ്ണം കിട്ടിയൊക്കെ. മൃഗം കിട്ടുന്നില്ല guys. ആ ഉണ്ട് ഉണ്ട്. ഫസ്റ്റ് ഗൈസ്, ഫസ്റ്റ് അപ്പൊ ഒരു സ്ഥലം പറഞ്ഞു. എനിക്കൊരു സ്ഥലം അറിയാവും. വേറെ സ്ഥലമുണ്ട്. അല്ല ഹോട്ടലിന്റെ പേര് എഴുതിയത് ഞാൻ വെച്ച്. മൃഗം വല്ലതും അറിയാം അവിടെ. മൃഗം ഒരെണ്ണേ അറിയാവുള്ളൂ. അപ്പൊ അത് തന്നെ ഇങ്ങനെ സെക്കൻഡ് മൃഗം അറിയാതെയാണോ? മൃഗം എഴുതിയില്ലേ? അപ്പൊ ഞാനാ സെക്കൻഡ്. മൃഗം ഇല്ല. പേര് നിശാന. എനിക്കറിയാം. നിശ. നല്ലില്ല. നാഗ്പൂർ. നാഗാലാൻഡ്. ആര് ന്യൂസിലൻഡ് എഴുതില്ലേ? നാനോ ക്യാമറ. നാരങ്ങ.
നീയും ഞാനും. നൈസ്. എനിക്ക് പൊരിക്കുന്നു കാശ് ജയിച്ചു. വേറെ പടമൊന്നും ഞാൻ വിചാരിച്ചു നരി കണ്ടു. ഞാൻ നോക്കിയപ്പോ നരി വേട്ട അതാണ് മൃഗം. ഒന്ന് പറഞ്ഞു മൃഗം. നീലത്തിൽ ഇങ്ങനെ. ഇഷ്ടമല്ലാത്താണ് ഈ ഒരു ഇതിലെ വിന്നറിനാണ് ഞാനത് ഓ അത് മനസ്സിലായി. കുറെ മൃഗത്തിന്റെ പേരൊക്കെ എഴുതിയേക്കും. അപ്പോൾ ഈ ഒരു ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയേണ്ടതാണ്. ഞങ്ങൾ വീണ്ടും പഴയ കാലത്തിലോട്ട് ഒന്നും കൂടെ പോയിട്ട് കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലേക്ക് ഞങ്ങൾ വീണ്ടും. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് കളിക്കണമെങ്കിൽ നമുക്ക് വീണ്ടും നൊസ്റ്റാൾജി അടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യും. ബൈ.